വരട്ടെ, ഉള്ളവരും വരട്ടെ. നഗു നഗു നഗു. ആരാടി നിന്നെ പറഞ്ഞത്? ഞാൻ നിന്നെ കുറിച്ച് എന്തെങ്കിലും പറയാൻ വന്നായിരുന്നുടി. നീ വാടി, തൊട്ടിപ്പാലത്തേക്ക് വാടി, തൊട്ടിപ്പാലത്തിലോട്ട് വാടി. നിന്നെ ഞാൻ വീട് കയറി, നിന്നെ ഞാൻ വെട്ടുപടി. ഓഹോ, ജെയിംസ് പറയൂ ജെയിംസ്. അത് അവിടെ കിടന്ന് പറയട്ടെ. എൻ്റെ മൻസൂർക്കാ പറ. അതെ, അത് ഓളുടെ ജോലിയല്ലേ, ഓൾ അതുകൊണ്ടല്ലേ അങ്ങനെ പറയുന്നല്ലേ. ബ്ലോക്ക്, ഷട്ടപ്പ്. വെറുതെ അല്ലടി നിന്നെ കെട്ടി ഇട്ടിട്ട് പോയത്, ആർട്ടിസ്റ്റിനോട്ടിട്ട് പോയത്. അവൻ രക്ഷപ്പെട്ടില്ലേടി, നിന്നെ ഇട്ടിട്ട് പോയില്ലേടി. എൻ്റെ ഭർത്താവ് എന്നെ ഇട്ടിട്ട് പോയില്ലേടി. എൻ്റെ ഭർത്താവ് അന്തസ്സായിട്ട് ഗൾഫിലുണ്ടടി, നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടടി, ഗൂഗിൾ പേയിൽ അയച്ചു തരുന്നുണ്ടടി. ഞങ്ങൾ ദിവസം ബിരിയാണി തിന്നുന്നുണ്ടടി, കുഴിമന്ത് തിന്നുന്നുണ്ടടി. എൻ്റെ മകളും ഞങ്ങൾക്ക് പൊന്നുപോലൊരു തങ്കക്കുടമുണ്ടടി. എൻ്റെ ഭർത്താവ് എന്നടി എന്നെ അതൊക്കെ ആർക്കാടി ചോദിച്ചത്? എൻ്റെ മകൾക്ക് ആ ഗതികേട് വന്നിട്ടില്ലേടി, കേട്ടോ. പിന്നെ നീ കൊട്ടേഷൻ കൊടുത്തല്ലേടി, നീ എവേറ്റിക്ക് കൊട്ടേഷൻ കൊടുത്തല്ലേടി, എവേറ്റിക്ക് അല്ലേ. എന്നൊരു കൃഷ്ണ, ഗോപാലകൃഷ്ണൻ, സ്ത്രീകളെ നടക്ക് കൊത്തിയിരുന്നിട്ട് ഗോപാലകൃഷ്ണൻ അടുപ്പിക്കും ഞാനടി. നിന്നെ ഞാൻ വിടത്തില്ലടി, നീ നോക്കിക്കോടി, നിന്നെ ഞാൻ വിടത്തില്ലടി. എന്നോട് കളി, എന്നോട് തൊട്ടിൽ പാലത്ത് വാടി വെച്ചിട്ടുണ്ടടി. കമ്മല് കൊള്ളാല്ലേ. ഇത് ഇന്നലെ അയച്ചു തന്നതേ ഗൾഫിൽ നിന്ന്. ഞാൻ പിന്നെ ബ്യൂട്ടി പാർലർ പോവാറില്ലടി. ത്രെഡ് ഞാൻ പുരികം എടുത്തിട്ടടി ചെയ്യുന്നത്, പുരികം അല്ല ബ്ലേഡ് എടുത്തിട്ടടി പുരികം ത്രെഡ് ചെയ്യുന്നത്. ഞാൻ ലിപ്സ്റ്റിക് ഇടാറില്ലടി, ഞാൻ ബ്യൂട്ടീഷ്യൻ ചെയ്യാറില്ലടി. ഇതൊക്കെ എനിക്ക് ജന്മനാ കിട്ടിയതാടി എൻ്റെ ഈ സൗന്ദര്യങ്ങൾ. ലിപ്സ്റ്റിക്, ബ്യൂട്ടീഷ്യൻ, മുടി. എന്തിനാണ് ഇത്രയും പൈസ കളയുന്നത്? എന്തിനാണ് നീ ബിരിയാണി കഴിക്കുന്നത്? നീ ഇറങ്ങിട്ടല്ലേ ബിരിയാണി കഴിക്കുന്നത്? നീ കുഴിമന്തി കഴിക്കുന്നത്, കുനാഫ കഴിക്കുന്നത്? ഞങ്ങൾ കഴിക്കുന്നില്ലടി അങ്ങനെ. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിക്കലേ ഇല്ലടി. വൈകുന്നേരത്തേക്കുള്ള ബിരിയാണി ഓർഡർ ചെയ്തോ മോളെ, അത് ചെയ്യേ. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിക്കലില്ലടി. നീ കൊട്ടേഷൻ കൊടുക്കുമല്ലേടി? എനിക്ക് 10 പേര് മതിയെങ്കിൽ എൻ്റെ ചാനൽ 10 പേര് മതി. എനിക്ക് ഒരുപാട് പേരൊന്നും വേണ്ട. നിങ്ങളൊക്കെ വലിയ ചാനലുകാരാ, എനിക്ക് 10 പേര് മതി. അവരും ഒരു ഗോപാലനും നാണമില്ലേ? ഗോപാല നാണമില്ലേ? കളിക്ക് ഞാൻ വരും, കളിക്ക് ഞാൻ വരുമടി. നീ നോക്കിക്കോടി. എടി ഉണ്ടച്ചി, നിന്നെ ഞാൻ വിടില്ലടി. വെറുതെ എടുത്തിട്ട് പോയത്. അവൻ രക്ഷപ്പെട്ടടി, ജിനുഗോപി രക്ഷപ്പെട്ടടി. എൻ്റെ ഭർത്താവ് അന്തസ്സായിട്ട് ഗൾഫിലുണ്ടടി, ഞങ്ങളെ വിട്ട് ജീവിച്ചിട്ടില്ലടി. 19-20 വർഷമായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടടി. പക്ഷെ ആർക്കും അറിയില്ല എൻ്റെ സൈകടി ഉണ്ട് പുള്ളി പോയി കിടക്കുകയെന്ന്. അല്ല, പുള്ളി എൻ്റെ കൂടെ തന്നെയായിരുന്നു 19-20 വർഷമായിട്ട്. ഞാൻ സൗകര്യം കൊടുക്കാത്തതുകൊണ്ട് ഗൾഫിൽ പോയി കിടക്കുന്നു. ആർക്കും അറിയില്ല. ഫാമിലി അന്തസ്സുള്ള ഫാമിലിയാടി, കൂട്ടുകുടുംബം നല്ല അന്തസ്സുള്ള ഫാമിലിയാടി. എൻ്റെ അമ്മ, എൻ്റെ പപ്പായും, എൻ്റെ അച്ചായും, എൻ്റെ അമ്മായും, എൻ്റെ ബ്രദേഴ്സും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമടി. നിനക്ക് ആരുണ്ടടി? ആരുണ്ടടി? പുറടി എന്നെ വിട്ടില്ലടി. ഞാൻ ഇച്ചിരി കൂടെ ബാക്കോട്ട് ഇരിക്കേ, എന്നാലും എനിക്ക് ഇതുപോലെ ആക്ഷൻ ഇടാൻ പറ്റുള്ളൂ. ഞാൻ നേഴ്സാണ്ടി. നീ ഫാത്തിമ കിടന്നില്ലേടി? അപ്പം ഞാൻ നേഴ്സായതുകൊണ്ടാണ് ഫാത്തിമ കിടന്നത് അറിഞ്ഞത്. അല്ല, നീ ചാനലിൽ വന്നിട്ട് പറഞ്ഞിട്ടല്ലേടി ഞാൻ അറിഞ്ഞത്. ഫാത്തിമ എൻ്റെ സ്വന്തക്കാരാടി, എൻ്റെ ഫ്രണ്ട്സ് ആടി, ഡോക്ടേഴ്സ് എൻ്റെ ചങ്കുകളാടി. മങ്കി ചേച്ചി കറക്റ്റ്. മങ്കി ചേച്ചി, അതെ മങ്കി ചേച്ചിയെ പറയാൻ അവളാരാ മങ്കി ചേച്ചി? മങ്കി ചേച്ചി എൻ്റെ സ്വന്തമാണ്, എൻ്റെ മാത്രം ചേച്ചിയാണ്.
പറയരുതടി നീ മങ്കിച്ചു കുറച്ച് പറയരുതടി വിടമാട്ടടി ഒന്നെ ഞാൻ കൊന്ന് ഓങ്കാര നടനമാടി രക്തം കുടിച്ചിടുവേടി നിന്നെ ഞാൻ വിടമാട്ടടി കൊന്നിടുവേടി അയ്യൊക്കെനായി ഇന്നേക്ക് ദുർഗാഷ്ടമി നിന്നെ കൊന്ന് ഒന്നെ രക്തം കുടിച്ച് ഓങ്കാരം നടനം ആടിടുവേടി എന്നെ അറിഞ്ഞൂടാ എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് എന്നെ ആശുപത്രി എന്ന് പുറത്താക്കി നിനക്കറിയില്ല വെട്ടുപടി ഞാൻ നിന്നെ വെട്ടിക്കളയും ഇത്രയ്ക്കേ ഉള്ളൂടി നിനക്ക് തരാൻ എന്നെ കൊണ്ട് ഇത്രയ്ക്കേ പറ്റുള്ളൂടി ഞാൻ എന്നെ വരെ ജനിച്ചിട്ട് ഞാൻ ബ്യൂട്ടി പാർലർ പോയിട്ടില്ല എൻ്റെ മുടിയൊക്കെ ഇതുപോലെ തന്നെയാടി നിന്നെ പോലെ ബ്യൂട്ടി പാർലർ പോയിട്ട് ഇത് ആഴ്ചയിൽ പോയി പൈസ കളയുന്നില്ലടി ജനങ്ങളെടുത്ത് തെണ്ടി തിന്നവളെ പിന്നെന്താ പറഞ്ഞു ഇവിടെ ചള്ളു ചക്ക പോടാ ചക്ക നീ വെറൊരു ചള്ളു ചിക്കനടാ നിന്നെ ഞാനൊക്കെ ഒഴിവാക്കിയിട്ടടാ പോയി തരത്ത് കളിക്കടാ ചള്ള ചക്ക ചള്ളച്ചക്ക നമ്മളടുത്തേക്ക് കളിക്കാൻ വന്ന മോനെ നീ ആളും തരം നോക്കി കളിക്കട്ടോ മോനെ കേട്ടോടാ ഉണ്ണിയുടെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ണിയുടെ ലൈവിൽ മര്യാദയ്ക്ക് വന്ന് കമൻറ്റ് ഇട്ടല്ലേ അപ്പം നീയല്ലേ എന്നെ അവിടുന്ന് ഗെറ്റ് ഔട്ട് അടിച്ചത് നീയല്ലേ അവിടെ നിന്ന് എന്നെ ഓടിച്ചു വിട്ടത് അല്ലേ അല്ലേ ഉണ്ണിയുടെ നല്ല പാട്ടാണോ അത് പാടുണ്ണി ഇത് പാടുണ്ണി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്നതല്ലേ അപ്പം നീയല്ലേ മറ്റവൾക്ക് വേണ്ടിയിട്ട് നിൻ്റെ മറ്റവൾക്ക് വേണ്ടിയിട്ട് എന്നെ ഓടിപ്പിച്ച് വിട്ടത് അല്ലേ ഉണ്ണി എനിക്ക് എൻ്റെ ചാനല് എനിക്കെൻ്റെ ചാനൽ വളർത്തണമെന്നില്ല എനിക്ക് യൂട്യൂബ് കൊണ്ടുപോയിട്ട് എനിക്ക് വലിയ ഫേമസ് യൂട്യൂബർ ആണെന്നൊന്നുമില്ല നമ്മളൊന്നും വലിയ യൂട്യൂബറൊന്നുമല്ല നീ പോടാ ചള്ളിച്ചക്ക നിൻ്റെ ഉണ്ണിയേട്ടനെയും കൊണ്ട് പാടാനോ എന്തിനൊക്കെയാ പോടാ എടാ നിൻ്റെ ഉണ്ണിയേട്ടനല്ലേടാ ഉണ്ടജിയും കൊണ്ട് ടൂറ് പോയേക്കുന്നത് നീ കണ്ടില്ലേടാ ചള്ളിച്ചക്ക നീ കണ്ടില്ലേടാ ചള്ളിച്ചക്ക ടൂറ് പോയത് കണ്ടില്ലേടാ ചള്ളിച്ചക്ക പാരമ്പര്യം എന്നൊക്കെ പറയുന്നത് അത് സൗന്ദര്യം പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ് എൻ്റെ ചുണ്ടെന്ന് പറയുന്നത് എനിക്ക് ജന്മന കിട്ടുന്നതാണ് എൻ്റെ പല്ലെന്ന് പറയുന്നത് എനിക്ക് ചുന്നണ കിട്ടുന്നതാണ് അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് നിങ്ങളോടൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് വീഗലാൻഡിൽ പോകുന്നുണ്ട് ഉണ്ടച്ചി ഫോട്ടോഷൂട്ടിന് പോകുന്നുണ്ട് ബ്രോ മിണ്ടരുത് ഷട്ട് അപ്പ് മമ്മി പറയുന്നു ഷട്ടപ്പ് മമ്മി പറയുന്നത് കേൾക്കോ വൈകുന്നേരം കുഴിമന്തി ഓക്കെ അവിടെ നിൽക്കോ മിണ്ടാതെ അവിടെ നിൽക്കൂ മമ്മി പറയുന്നത് കേൾക്കും മമ്മി ലൈവിലാണ് ഷട്ടപ്പ് ബിരിയാണി തരും കുഴിമന്തി വൈകുന്നേരം നോ അപ്പോൾ ചള്ളച്ചക്ക നീ നിൻ്റെ കാര്യം നോക്കുക എൻ്റെ അടുത്തേക്ക് വരരുത് ചള്ളച്ചക്ക നിന്നെ ഞാൻ ഒഴിവാക്കി വിട്ടതാ ചള്ളച്ചക്ക കേട്ടോ നിങ്ങൾ പാടുവോ പിടിക്കുകയോ എന്തെങ്കിലും ചെയ്യിച്ചക്ക എന്നെ ഒഴിവാക്കുക എനിക്ക് നിങ്ങളൊന്നും എടുത്ത് ഉപയോഗിക്കേണ്ടേ സംസാരിക്കേണ്ട കാര്യമില്ല ചള്ളച്ചക്ക പോച്ചക്ക അവളുടെ കൂടെ പോച്ചക്ക എന്നെ എടുക്കണ്ട നിനക്ക് പറ്റിയ ആളല്ല ഞാൻ എന്നെ വിടുക ഓക്കെ നിനക്ക് ബാക്കിയുള്ള നിനക്കിന്ന് രാത്രിത്തെ ലൈവിൽ ഞാൻ തരാം കേട്ടോടി ഉണ്ടച്ചി കേട്ടോ എൻ്റെ ബ്രദർ തമ്പി വരുന്നുണ്ട് ഞാൻ പോയിട്ട് വരട്ടെ ബൈ